ഇപ്പോൾ LDF കൺവീനർ സംസാരിക്കുകയാണ്. സ്വീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായി മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഗവൺമെന്റ് ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. പട്ടയം നൽകുന്നതിൽ കേരളം റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിലും 5 ലക്ഷത്തിൽ പരം ആളുകൾക്ക് ഇപ്പോൾ വീട് നൽകി കഴിഞ്ഞു. ഈ കാര്യങ്ങളിലെല്ലാം ഗവൺമെന്റ് നല്ല നിലയിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ ഈ അനുഭവങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ശേഷിക്കുന്ന പ്രശ്നങ്ങളും പരിഹരിക്കത്തക്ക നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന് ഭരണ തുടർച്ച ലഭിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന്. അതിന് സഹായകരമായ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി വരികയാണ്. അത് ഒരു സീറ്റായിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പേരാമ്പ്രയില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിൽ പേരാമ്പ്രയിലെ സ്ഥാനാർത്ഥിയുടെ പേരും പ്രഖ്യാപിക്കും. ഞാനതിന് ഉത്തരം പറഞ്ഞില്ലേ? അല്ല, ഒരാളെ കാര്യവും ഇപ്പോൾ പ്രത്യേകം എടുത്ത് പറയാൻ കഴിയില്ല. അത് ഈ എലക്ഷൻ പ്രഖ്യാപിച്ച് നിങ്ങളിന്നില്ല എന്നാ ഞാൻ വിചാരിച്ചത്. നേരത്തെ ഇവിടെ കണ്ടിട്ടില്ല. എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാലതാമസവും വരാതെ ഞങ്ങളെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. പറയൽ ഇടതുപക്ഷ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ആകാം എന്നുള്ളത്. ആരും എന്നോട് ചോദിച്ചില്ലേ ഷീറ്റ് പട്ടിയൊക്കെ ആയിട്ടാ വന്നതെന്നുള്ളത്. ആ പട്ടിയൊക്കെ എന്റെ കയ്യിൽ റെഡി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പറച്ചിൽ നമുക്ക് എലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനു ശേഷം പറയാം. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളോട് പറയും. വലിയ തർക്കവും പ്രശ്നങ്ങളൊന്നുമില്ല. ആരും ഒരാൾ ഞാൻ പറഞ്ഞതില്ല ഉത്തരവുണ്ട്. അതുകൊണ്ട് വെയിറ്റ് ആൻഡ് സീ. ഇതിൽ നമുക്ക് ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ച തുടരുകയാണ്. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അല്ല, അത് ഒന്നായിട്ട് എനിക്ക് വേറെ പ്രത്യേകം വളർത്തി പറയാൻ കഴിയില്ല. കേരളം ഒന്നിച്ചുള്ള കാര്യം ഞങ്ങൾ പറയും നിങ്ങളോട്. അല്പം വെയിറ്റ് ചെയ്താൽ മതി. എപ്പോഴാണ് ഇപ്പൊ നാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചെന്ന് വിചാരിക്കാം. നാളെ പറയും. അപ്പൊ അതുവരെ അത്രത്തോളം ഞങ്ങൾ റെഡിയാണ്. പക്ഷെ പറച്ചിൽ ഒന്നിച്ച് പറയാന്ന് മാത്രം. അല്ല, അങ്ങനെ ഇത്രയൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതിനാ ഞങ്ങൾ കഴിയുന്നതും. ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗം ചേർന്നപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനുമായിട്ട് ബന്ധപ്പെട്ട് പരിശോധിച്ചിട്ട് നമ്മുടെ തീരുമാനം പറയാം എന്നാണ്. ആ അർത്ഥത്തിൽ മാത്രം അതിനെടുത്ത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാർട്ടി നേരത്തെ അങ്ങ് പറഞ്ഞുപോയി അതൊരു മഹാപാതകമായി പോയി, അങ്ങനെയൊന്നും ഞങ്ങൾ കണക്കാക്കുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മൊത്തത്തിൽ കാര്യങ്ങൾ ഒന്നിച്ചു പറയാനാണ് ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഈ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പറയും. അല്ല, അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയേണ്ടത്. അദ്ദേഹം വിസ്മയം തീർത്ത് പോവുകയാണല്ലോ. അത് ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അദ്ദേഹം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി പറയാൻ, അത് തന്നെയാണ് ഒരു പ്രധാന വിസ്മയം. അത് ഒരു രാഷ്ട്രീയ നേതാവും കേരളത്തിൽ സ്വീകരിക്കാത്ത നിലയിൽ അഭിപ്രായങ്ങൾ മാറി മാറി പറഞ്ഞ് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് അങ്ങനെ മുന്നോട്ട് പോവുക. അതാണോ അദ്ദേഹം ഉദ്ദേശിച്ച വിസ്മയം എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തെങ്കിലും ഒരു വിസ്മയം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്കെല്ലാം, ഈ കേരളത്തിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് അനുഭവപ്പെടുമല്ലോ. അപ്പൊ അതിൽ നിങ്ങളെല്ലാം പരിശോധിക്കുക എന്താ വിസ്മയം എന്നുള്ളത്. നിങ്ങളെല്ലാം പരിശോധിക്കുക. ഞങ്ങൾക്ക് അതിലൊരു ഉത്കണ്ഠയൊന്നുമില്ല.
അല്ല, അത് കേരള കോൺഗ്രസ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ടത് കേരള കോൺഗ്രസ് തന്നെയാണ്. വേറെ UDF നേതാക്കന്മാരോ LDF നേതാക്കന്മാരോ അല്ല പറയേണ്ടത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അവരിത് തുടരുകയാണ്, ഉറച്ചു നിൽക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് സഹായകരമായ എല്ലാ നടപടികളും അവർ സ്വീകരിക്കുന്നുണ്ട്. അവരുടെ നിലപാട് കേരള കോൺഗ്രസ് ചെയർമാൻ, സ്റ്റേറ്റ് ചെയർമാൻ ശ്രീ മാണി, ജോസ് കെ മാണി തന്നെ ഇവിടെ പത്രക്കാരോടും വിശദീകരിച്ചിട്ടുണ്ട്. ഈ നാടിന്റെ മുമ്പിലും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ നിലപാടാണ് അവർ തുടരുന്നത്. ഇന്നത്തെ മുന്നണി യോഗത്തിൽ അവർ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. അതെങ്ങനെയാ? സതീശന്റെ ജാഥയും ഇതുമായിട്ട് എന്താ ബന്ധം? CPIM പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നത് അതിന്റെ ഒരു സംഘടനാപരമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതൊരാൾക്ക് മെമ്പർഷിപ്പ് പുതുക്കാനും പുതുക്കാതിരിക്കാനും അവകാശം ഓരോ അംഗത്തിനുമുണ്ട്. അതും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിനോ അതുപോലുള്ള മറ്റു പ്രശ്നങ്ങളായിട്ടൊന്നും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതിന് യാതൊരു പങ്കുമില്ല. അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കൽ നടപടിക്രമങ്ങൾ അവസാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമേ മെമ്പർഷിപ്പ് പുതുക്കുന്ന പ്രക്രിയ അവസാനിക്കുന്നുള്ളൂ. അതുകൊണ്ട് അതൊന്നും പൂർത്തീകരിക്കാതെ, മെമ്പർഷിപ്പിന്റെ സ്ക്രൂട്ടിനി പൂർത്തീകരിക്കാതെ പാർട്ടി മെമ്പർഷിപ്പിന്റെ എന്താണ് നില എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം പറയാൻ കഴിയില്ല. അതാണ് ഇപ്പോഴത്തെ നില. അല്ല, പാർട്ടി സെക്രട്ടറിയെ നിങ്ങൾ മിക്കവാറും ദിവസം കാണുന്നല്ലേ. അദ്ദേഹം ഇതിനെല്ലാം വിശദീകരണം നടത്തുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് ഇന്ന് അദ്ദേഹം കണ്ടില്ല എന്ന് തോന്നുന്നില്ല. ഇന്ന് പത്രസമ്മേളനം, നാളെ കാണും. അപ്പൊ അദ്ദേഹം തന്നെ വിശദീകരിക്കും എന്താണെന്ന്. ഒരാളെയും താഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ വില കുറച്ചിട്ടോ സമീപിക്കുന്ന പ്രശ്നം പാർട്ടിക്കില്ല, പാർട്ടി നേതൃത്വത്തിനില്ല. ആ നിലപാടാണ് ഗോവിന്ദ മാഷും പൊതുവെ സ്വീകരിച്ചു വരുന്നത്. അല്ല, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് മാറി നിൽക്കാം, പാർട്ടി അനുഭവം തുടരാം. അങ്ങനെ എത്രയോ ആളുകളില്ലേ പാർട്ടി മെമ്പർഷിപ്പ് നിന്ന് നഷ്ടപ്പെട്ടു പോയ ആളുകളെല്ലാം പാർട്ടിക്ക് വിരുദ്ധരായിട്ടൊന്നുമില്ല. ഒരു പാർട്ടിയുടെ ഭാഗമായി തന്നെ തുടരുന്നുണ്ട് മഹാഭൂരിപക്ഷം. അതിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെടുന്ന വിഷയമല്ല, പാർട്ടിയുമായി ബന്ധപ്പെടുന്ന വിഷയമാണ്. അത് പാർട്ടി സെക്രട്ടറി തന്നെ അത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കും. LDF ബാധിക്കാനൊന്നും പോകും. LDF ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനത്തോട് എന്തെങ്കിലും ഭിന്നത ആരെങ്കിലും പ്രകടിപ്പിച്ചതായി എന്റെ ശ്രദ്ധയിലില്ല. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ യോജിച്ച നിലപാട് മുമ്പോട്ട് LDF കൺവീനർ വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.